നമ്മള് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് റെഗുലേറ്റഡ് സപ്ലൈ പഠിച്ചു. ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിച്ചു. റെക്ടിഫയറിന്റെ പിന്നെ വർക്കിംഗ് ഡിവൈസ്, ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ്, ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ. ഏത് റെഗുലേറ്റർ നമ്മൾ പഠിച്ചത്? ഏത് റെഗുലേറ്റർ സർക്യൂട്ടാണ് നമ്മൾ പഠിച്ചത്? സെനർ ഡയോഡ് ആസ് എ റെഗുലേറ്റർ. സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് ഏതാ? പിന്നെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. ഓക്കെ, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ആണ് പഠിച്ചത്. ഓക്കെ, ഇനി ഈ മോഡ്യൂളിൽ നമുക്കൊരു 2 ടോപ്പിക്കേ ബാക്കിയുള്ളൂ. 3 ടോപ്പിക്കേ ബാക്കിയുള്ളൂ. പക്ഷെ ആ 3 ടോപ്പിക്കിൽ 2 ടോപ്പിക് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്, വർക്കിംഗ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. കുറച്ച് ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷെ അത് ഞാൻ നെഗറ്റീവ് ആയി പറയുന്നതല്ല, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. 100% ഞാൻ ഗ്യാരണ്ടി. മിനിമം 6 to 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഉണ്ടാവും. കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. സോ ഇതിൽ നമുക്ക് എല്ലാ വേർഡും നമുക്കറിയാം. വി നോ ഓൾ ദ വേർഡ്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. വി നോ വാട്ട് ഈസ് കോമൺ എമിറ്റർ. ഓക്കെ, എന്തായിരുന്നു കോമൺ എമിറ്റർ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത്, ഫോർത്ത് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് നമ്മൾ എടുത്തതിൽ ഫസ്റ്റ് മോഡ്യൂൾ. എന്തായിരുന്നു കോമൺ എമിറ്റർ? എമിറ്റർ ഈസ് കോമൺ ഫോർ ബോത്ത് input and output. So it was like this. So this is the emitter terminal, this is collector terminal, this was our base terminal, and we are applying input between emitter and base and emitter. എമിറ്ററിനും ബേസിന് ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം കളക്ടർ ആൻഡ് എമിറ്റർ. സോ ദിസ് ഈസ് യുവർ ഔട്ട്പുട്ട്. അല്ലേ? ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടുന്നാണ്? കളക്ടറിനും എമിറ്ററിൻ്റെ ഇടയിലാണ്. സോ ഇഫ് യു സീ ദിസ് ഡയഗ്രാം, യുവർ എമിറ്റർ ടെർമിനൽ ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എമിറ്റർ ടെർമിനൽ കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എമിറ്റർ ടെർമിനൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണ്. സോ ദ നെയിം common emitter. And then we have another term, amplifier. Amplifier എന്ന് പറഞ്ഞാൽ എന്താണ്? It is a circuit which amplifies electrical signal. ഒരു ലോവർ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഹയർ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ആംപ്ലിഫൈ ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുക? ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ വിത്ത് ഈ കോമൺ എമിറ്റർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ ഓഫ് കോമൺ എമിറ്റർ സർക്യൂട്ട് ഈസ് ഇൻ ആംപ്ലിഫയർ. ആംപ്ലിഫയറിലാണ് നമുക്ക് ഏത് യൂസ് ചെയ്യുന്നത്? കോമൺ എമിറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അല്ലേ? ഓരോ കോമൺ ബേസും കോമൺ കളക്ടറും കോമൺ എമിറ്ററും ഒക്കെ പറയുന്ന സമയത്ത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് ആംപ്ലിഫയറിലാണ്. ഓക്കെ, സോ ആ ഒരു സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ആൻ ആംപ്ലിഫയർ? സോ ആംപ്ലിഫയർ is an electronic circuit that is used to increase the strength of a weak input signal in terms of voltage, current or power. Okay, so we will be having a weak input signal or input signal of lower magnitude. നമ്മുടെ കയ്യിൽ ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവും, അതിന് മാഗ്നിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് മൈക്രോഫോൺ എന്നൊക്കെ വരുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മില്ലി വോൾട്ട് ആയിരിക്കും. മില്ലി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ ആണ്. ആ ഒരു വോൾട്ടേജ് ലെവലിലൊക്കെയുള്ള ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. സോ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലുള്ള വീക്കായിട്ടുള്ള ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഹയർ മാഗ്നിറ്റ്യൂഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിഗ്നലാക്കി മാറ്റുക എന്നുള്ളതാണ് the purpose of amplifier. Then
the process of increasing, ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്യുന്ന പ്രോസസ്സിന്, the process of increasing the strength of weak signal is known as amplification. വർക്കിന് എന്താണ് നമ്മൾ പറയുക? ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്, വെൻ വി ആർ ഡൂയിങ് ആംപ്ലിഫിക്കേഷൻ, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ഈസ് ടു റീപ്രൊഡ്യൂസ് ദ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആര് വരണം? ഔട്ട്പുട്ട് വരണം. സോ ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദിസ് ഈസ് യുവർ ഇൻപുട്ട്, you can see that it is of lower magnitude. After amplification, it should be like this. It should not be like this. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ? ആംപ്ലിറ്റ്യൂഡിൽ ഡിഫറൻസ് വരുത്തി, അതായത് വോൾട്ടേജിൽ ഡിഫറൻസ് ഉണ്ടാവണം, കറണ്ടിൽ ഡിഫറൻസ് ഉണ്ടാവണം. അത് ഇത് അല്ലെങ്കിൽ രണ്ടും കൂടിയല്ല, വോൾട്ടേജിലും കറണ്ടിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി എ ഡിഫറൻസ് ഇൻ ദ പവർ. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് amplifier. So it is a circuit which is used to increase the strength of weak signal. വീക്ക് ആയിട്ടുള്ള ഇൻപുട്ട് സിഗ്നലിനെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? സ്ട്രെങ്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വോൾട്ടേജ് കൂട്ടുക, കറണ്ട് കൂട്ടുക. ഓട്ടോമാറ്റിക്കലി വോൾട്ടേജും കറണ്ടോ കൂടുമ്പം പവറും കൂടും. ആൻഡ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ സ്ട്രെങ്ത്, അതായത് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആംപ്ലിഫയർ ചെയ്യുന്ന ജോലിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുക. സോ ആംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? എങ്ങനെയാണോ നമ്മുടെ ഇൻപുട്ട് ഉള്ളത്, വി ഹാവ് ടു റീപ്രൊഡ്യൂസ് ഇൻ ദ സെയിം വേ. എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടാവണം. അപ്പോഴാണ് ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ എന്ത് കേൾക്കും? ഔട്ട്പുട്ട് ലൗഡ് സ്പീക്കറിലൂടെ ഹലോ എന്ന് കേൾക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും കേൾക്കുന്നുണ്ടാവും. ആരാണ് ആർക്കാണ്? മർസൂഖ് ആരായിരുന്നു ഇപ്പൊ സംസാരിച്ചത്? എന്താ ഡൗട്ട് ഉണ്ടോ? മർസൂഖ് അല്ല, വേറെ ആരാണ് സംസാരിച്ചത്? രാകേഷിന്റെ ഓഡിയോ ആവണമെന്ന് തോന്നുന്നു. ഓക്കെ, എന്താ സാറേ? ഇല്ല, നീ എന്തോ സംസാരിച്ചു. ഓക്കെ, ദെൻ in an amplifier you will be using, അല്ലെങ്കിൽ most important component in an amplifier circuit is transistor or FET. ഒരു ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, BJT, FET. ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പണന്റ് ആയിരിക്കും യൂസ് ചെയ്യുക. BJT മീൻസ് ഇറ്റ് ഈസ് നോർമൽ ട്രാൻസ്ഫോമർ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, നോർമൽ ട്രാൻസിസ്റ്റർ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. FET മീൻസ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, സോ അതിൽ ശ്രദ്ധിക്കേണ്ട. ട്രാൻസിസ്റ്റർ ആയിരിക്കും നമ്മൾ സാധാരണ. ട്രാൻസിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക? ദർ വിൽ ബി 3 region ആൻഡ് 2 junction. ദെൻ വി ഹാവ് ലേൺഡ് ഡിഫറെന്റ് സർക്യൂട്ട് ഓഫ് ട്രാൻസിസ്റ്റർ. അതൊക്കെ നമ്മൾ 4th മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ട്രാൻസിസ്റ്റർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫയറിന്റെ മേജർ കോമ്പണന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ദ മേജർ കോമ്പണന്റ് ഇൻ എ ട്രാൻസിസ്റ്റർ ഈസ് ട്രാൻസിസ്റ്റർ. മേജർ കോമ്പണന്റ് ഇൻ ആൻ ആംപ്ലിഫയർ ഈസ് ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു പോയിന്റും നോട്ട് ചെയ്യുക എല്ലാവരും. ആംപ്ലിഫയറിന് ഹെഡിങ് എഴുതുക. ആംപ്ലിഫയർ ഈസ് യൂസ്ഡ് ടു, മൊത്തത്തിൽ എഴുതാൻ നിൽക്കണ്ട, യൂസ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് എ വീക്ക് ഇൻപുട്ട് സിഗ്നൽ. അത്രയും എഴുതി വെക്കും. ഫസ്റ്റ് ഹെഡിങ് എഴുതുക ആംപ്ലിഫയർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് എ വീക്ക് ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എഴുതുക. ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ സ്ട്രെങ്ത് ഓഫ് എ വീക്ക് സിഗ്നൽ ഈസ് നോൺ ആസ് ആംപ്ലിഫിക്കേഷൻ. The process of increasing the strength of a weak signal is known as
amplification. Third point is the transistor ബ്രാക്കറ്റിലെ BJT ബാർ FET എന്ന് എഴുതണ്ട, കാരണം FET എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, സിലബസിലും ഇല്ല. ഓക്കെ, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നാണ് അതിൻ്റെ പേര്. അതൊരു വേറൊരു ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ട്രാൻസിസ്റ്റർ ഇസ് എ മേജർ കോമ്പണൻറ്റ് ഇൻ ആൻ ആംപ്ലിഫയർ. ഓക്കെ, കഴിഞ്ഞു. Okay, now common emitter amplifier. That is our actual topic, common emitter amplifier. So in a common emitter amplifier, so it is used as a voltage amplifier. Okay, directly ഞാൻ എന്താ പറയുന്നത്, ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോകുന്നു. This is the common emitter system where input is applied between base and emitter, and the output is taken from collector and emitter. So this is your output, this is your input. So here we are connecting VCC. And the input of this amplifier is taken from the base terminal, the output is collected from the collector terminal, and the emitter terminal is common for both the terminals. അത് ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു പോയിന്റാണ്. Now let us discuss the circuit. So this is a circuit of common emitter amplifier. Okay, we can see that there is a transistor. As I said earlier, transistor is a major component. So this is the transistor which is a major component. ഈ ട്രാൻസിസ്റ്റർ ആണ് ഈ സർക്യൂട്ടിലെ major component. Then we can see that there is a resistor R1, okay, then R2, then there is a load resistor RL, then we have another resistor RE, then there is a resistor C1, then there is a resistor C2. Okay, so I am little bit changing the name. I am changing this capacitor name as CE, and I am placing another capacitor here C2. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം പിന്നീട്. ഓക്കെ, ആദ്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. സോ ഇതാണ് സർക്യൂട്ട്. ഓക്കെ, സോ there is one transistor and there are 4 resistor R1, R2, RL and RE, and there are 3 capacitors C1, CE, C2, and there is a voltage source. This is actually your input. ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട്, and the output is taken across this terminal. Okay, we will check whether it is common emitter configuration. You can see that input which is connected to a capacitor, and then it is connected to base terminal, and negative terminal of input is connected to emitter terminal, and output is taken from a capacitor which is connected to the collector terminal, and it is between emitter and collector. അപ്പോൾ ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലേ? അല്ലേ? എല്ലാവരോടും ചോദിക്കുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ കോമ്പണന്റും എന്തിനാണ് യൂസ് ചെയ്തതെന്ന് പഠിക്കണം. വൈ വി നീഡ് ദിസ് കപ്പാസിറ്റർ, വൈ വി നീഡ് അനദർ കപ്പാസിറ്റർ ഹിയർ C2, why we need this capacitor, then why we need this resistor R1, R2, RE, RL, etc. ഓരോന്നിൻ്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. So before that I will show you another circuit diagram. Okay, this is same circuit diagram. There is
ഈ സർക്യൂട്ടും മറ്റേ സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ ഒരു കപ്പാസിറ്റർ ഇല്ല. ഓക്കെ, ആക്ച്വലി വി നീഡ് ദാറ്റ് കപ്പാസിറ്റർ. സോ ദിസ് ഈസ് യുവർ സി കപ്പാസിറ്റർ. ആൻഡ് വേറെ എന്ത് ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്? വി ഹാവ് ആൻ അഡീഷണൽ റെസിസ്റ്റൻസ് ഹിയർ, ആർ എസ്. ഓക്കെ, ഈ ആർ എസ് എന്ന് പറയുന്നത് പുതിയൊരു റെസിസ്റ്റർ അല്ല. ആ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് സോഴ്സിന്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. വോൾട്ടേജ് സോഴ്സിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ദാറ്റ് ഇസ് ആക്ച്വലി റെസിസ്റ്റൻസ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതൊരു ഷെയ്ഡ് ചെയ്തൊരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നിങ്ങളെ കംപ്ലീറ്റ് വോൾട്ടേജ് സോഴ്സ് അല്ലേ? ഈ ആർ എസ് എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഉള്ളിലാണ് കൊടുത്തത്. അപ്പോൾ അത് ഈ ഒരു വോൾട്ടേജ് സോഴ്സിന്റെ കൂടെ വരുന്ന ഇന്റേണൽ ആയിട്ട് ആ വോൾട്ടേജ് സോഴ്സിനുള്ള റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അതൊരു കോമ്പണന്റ് അല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, ഞാൻ ഫസ്റ്റ് ഈ ഒരു പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ദിസ് പോർഷൻ. Okay, here we have resistor R1, R2, RE and RC or RL, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. സോ ഈ ഒരു രണ്ട് റെസിസ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, R1 ആൻഡ് R2. R1ൻ്റെയും R2ൻ്റെയും പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേസ് കറണ്ടിനനുസരിച്ചാണ്. വി ഓൾ നോ ദാറ്റ് IC കളക്ടർ കറണ്ട് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു IB. ഈ ഒരു ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ബേസ് കറണ്ട് ഇൻറ്റു ബീറ്റ വാല്യൂ ആണ് IC. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. IC is equal to beta into IB അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ ഇഫ് നമ്മളൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബേസ് കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. സോ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്ന് പറയുക അതിന്. നമ്മൾ ഓൾറെഡി വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടും പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് രണ്ട് റെസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യാനുള്ള സർക്യൂട്ടാണെന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു അപ്ലൈ സം 5 voltage here VCC, this 2 resistor will divide this 5 volt into 2 depending on the value of R1 and R2. R1ൻ്റെയും R2ൻ്റെയും വാല്യൂവിനനുസരിച്ച് ആ 5 വോൾട്ടിന് എന്ത് ചെയ്യും, അത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ അത് മനസ്സിലായി. ഇനി RC എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് റെസിസ്റ്റർ ആണ്. നോർമലി നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. ഈ RE എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദ വർക്കിംഗ് ഓഫ് ട്രാൻസിസ്റ്റർ, ഫോർ സ്റ്റേബിൾ വർക്കിംഗ് കണ്ടീഷൻ. ഒരു ട്രാൻസിസ്റ്റർ സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, കാരണം അത് കുറേ പറയാനുണ്ട്. നമുക്ക് ഈ ബേസിക് സർക്യൂട്ട് ഡയഗ്രാം മാത്രമേ പഠിക്കാനുള്ളൂ. ഓരോ കോമ്പണൻറ്റും എന്തിനാണെന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ഇത് രണ്ട് കോമ്പണൻറ്റും വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാനുള്ള കോമ്പണൻ്റ് ആണ്. ദീസ് 2 components are used to divide the voltage. And this resistor which is connected at emitter terminal is actually for the stable operating condition of the circuit. അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്രയും നമ്മൾ പോയിന്റ് ഇപ്പം നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ മനസ്സിലായി. ഇവിടെ നമ്മളൊരു DC വോൾട്ടേജ് കൊടുക്കും, 10 volt, some 15 volt, 12 volt, etc. And these 2 resistors will divide that voltage so that current will be flowing here and that current will be amplified and given to the output. But one more thing is there. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് യുവർ ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്ത് വ്യത്യാസം ഉള്ളത്? ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ എന്ത് വ്യത്യാസം ഉള്ളത്? ഓപ്പോസിറ്റ് അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ ആംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു സിംഗിൾ
സ്റ്റേജ്, ഒരൊറ്റ സ്റ്റേജിൽ ഇൻവേർട്ടഡ് ആയിരിക്കാം. ഇതേപോലെ നമ്മൾ ഒരു സ്റ്റേജും കൂടെ കൊടുത്താൽ, ഇതേപോലെ ഒരു സർക്യൂട്ടും കൂടെ ഇതിന്റെ ഒപ്പം ആംപ്ലിഫൈ ചെയ്യാൻ കൊടുത്താൽ ഇത് വീണ്ടും പഴയ പോലെ ആവോ? അതായത് ആദ്യം കൊടുത്ത സിഗ്നലിന്റെ അതേ ഫോമിലാവൂലേ? ആദ്യം നെഗറ്റീവ് വരുന്നത് അടുത്ത സ്റ്റേജിൽ ഇൻപുട്ട് ആയി കൊടുക്കുമ്പോൾ ആ നെഗറ്റീവ് വീണ്ടും എന്താവും? പോസിറ്റീവ് ആവും അല്ലേ? അപ്പം വീണ്ടും നമുക്ക് ഒരു സ്റ്റേജും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? ഇതിനെ വീണ്ടും പഴയ പോലെ ആക്കാം. അങ്ങനെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് വൺ മോർ സ്റ്റേജ് വി ക്യാൻ അഗൈൻ ഇൻവേർട്ട് ദിസ് ഔട്ട്പുട്ട് ടു ഓർ ബാക്ക് ടു ദ നോർമൽ സ്റ്റേജ്. എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആക്കാം. പക്ഷെ എന്താണ് കണ്ടീഷൻ? ഫർദർ ആയിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഉണ്ടാകുക. ഓക്കെ, നൗ ആ രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് ഈസ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദീസ് ടു റെസിസ്റ്റർ? ഇറ്റ് ഈസ് ടു ഡിവൈഡ് ദ വോൾട്ടേജ് so that it will provide sufficient base current to the transistor. Then purpose of this resistor I explained, it is to stabilize the working of transistor, and this is nothing but your load resistor. Okay, again I will read all these important points now. Okay, first point, AC source of internal resistor is coupled to the base through capacitor. AC സോഴ്സ് റെസിസ്റ്റർ അല്ലെങ്കിൽ AC സോഴ്സ് ബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ത്രൂ എ കപ്പാസിറ്റർ C1. ഓക്കെ, C1ന്റെ പർപ്പസ് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു തരും. ദ കപ്ലിംഗ് കപ്പാസിറ്റർ ബ്ലോക്ക്, ഓക്കെ ആ പോയിന്റ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ദ ലോഡ് റെസിസ്റ്റർ RL coupled to the collector through RL. So there is one more load resistor RL. This is your output actually. From here we are taking output. So other than RC, this RC also we can call it as load resistor. Other than RC, we have one more load resistor that is actually your output. So it is taken from another capacitor C2. For the amplifier shown, notice that voltage waveform is inverted between input and output, but have same shape. Input and output ഒരേ ഷേപ്പിലാണുള്ളത്, but it is inverted. Okay, now let us discuss about why we have the capacitor. ഈ രണ്ട് കപ്പാസിറ്ററും ഒരേ വർക്കിംഗ് ആണ് ചെയ്യുക. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി മറ്റേത് എക്സ്പ്ലെയിൻ ചെയ്യും. സോ എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു കപ്പാസിറ്റർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാവുന്നത് സംടൈംസ് മേ ബി സം 12 വോൾട്ട്, ഹിയർ വിൽ ബി സം 1 വോൾട്ട് ഓർ 2 വോൾട്ട്. അല്ല, ഇത് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നലാണ്. ദിസ് സിഗ്നൽ വി നീഡ് ടു ആംപ്ലിഫൈ, സോ ഇറ്റ് വിൽ ബി ഓഫ് ലോവർ മാഗ്നിറ്റ്യൂഡ്. Sometimes if there is no capacitor, what it will do means current may be flow like this. That is from DC voltage to your input. So in order to avoid that, we are using this capacitor. When there is a capacitor, we know that there are two plates. There is no conduction between these two plates. So it is acting like it will block the current in one direction from here to this. But current can flow from here to that side. ഈ ഒരു സൈഡിൽ നിന്ന് DC, അതായത് കപ്പാസിറ്ററിന്റെ പറയുന്നത്, കപ്പാസിറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റ്, കപ്പാസിറ്റർ ബ്ലോക്സ്, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ ഇൻഡക്ടറും ഡിഫറൻസ് പഠിക്കുന്ന സമയത്ത് കപ്പാസിറ്റർ ബ്ലോക്സ് DC and allows AC. Inductor blocks AC and allows DC. പഠിച്ചത് ഓർമ്മയുണ്ടാവും. When we are learning about what is the difference between capacitor and inductor, I was telling like capacitor blocks DC and allows AC. Inductor blocks AC, allows DC. പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇൻപുട്ട് ആംപ്ലിഫൈ ചെയ്യേണ്ട ഇൻപുട്ട് എന്ന് പറയുന്നത് AC ആയിരിക്കും. സോ ദിസ് കപ്പാസിറ്റർ വിൽ അലൗ this input to pass on to base, but it will block this DC from the DC supply. It will block this DC, it will allow the AC. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഇൻപുട്ട് സോഴ്സിൽ നിന്ന് ബേസിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യണം. ഇവിടുന്ന് കറണ്ട് ഫ്ലോ ഇങ്ങോട്ട് ഉണ്ടാവാൻ പാടില്ല.
So capacitor will do that purpose. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അതേ കപ്പാസിറ്ററിന്റെ വർക്കിംഗ് ആണ് ഇവിടെയുള്ള കപ്പാസിറ്ററും ചെയ്യുന്നതെന്ന്. അല്ലെ, അതേ പർപ്പസാണ് ഇവിടെയുള്ള കപ്പാസിറ്ററും ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത സ്റ്റേജിലെ ആംപ്ലിഫയറിൽ നിന്ന് ഒരിക്കലും കറണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. കറണ്ട് ഷുഡ് ഫ്ലോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. സോ ഈ കപ്പാസിറ്ററും അതേ വർക്കാണ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ അലൗ AC output of first stage amplifier to the second stage and it will block the DC from the second stage. ഇവിടെ അത് രണ്ടും മനസ്സിലായോ? Yes, sir. Yes, sir. രണ്ടുപേരെ വന്നിട്ടുള്ളല്ലോ, ബാക്കി ആരും കാണുന്നില്ലല്ലോ. ഒന്നുകൂടി പറയോ? കപ്പാസിറ്ററിന്റെ മാത്രല്ലേ? Okay, so when we are learning about capacitor, we have learned that capacitor will allow AC. കപ്പാസിറ്ററിലൂടെ AC പാസ് ചെയ്യാൻ അലൗ ചെയ്യും. Allow AC and capacitor will block DC. ഓക്കെ, സോ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി എന്താണ്? AC ആണ്. സോ മൈക്രോഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഡയഫ്രം ഫോർവേഡും ബാക്ക്വേർഡും പോവും, നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. അപ്പം ഇൻപുട്ട് എന്ന് പറയുന്നത് നോർമലി AC ആയിരിക്കും. ആൻഡ് ഇവിടെ നമ്മൾ DC സപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഫ്രം DC there are possibility that current will flow through this circuit and it will reach the input. ഇൻപുട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ കപ്പാസിറ്റർ ഇല്ലെങ്കിൽ അങ്ങനെ എത്തും. കപ്പാസിറ്റർ അവിടെ ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ ഇവിടുന്ന് വരുന്ന DC-നെ ബ്ലോക്ക് ചെയ്യും. അറ്റ് ദ കപ്പാസിറ്റർ DC വിൽ ബി ബ്ലോക്ക്. ഇറ്റ് വിൽ അലൗ ഓൺലി ടു പാസ് ദ AC. അതായത് ഈ AC ഇൻപുട്ട് എന്നുള്ള സിഗ്നൽ മാത്രമേ ഈ കപ്പാസിറ്റർ അലൗ ചെയ്യുള്ളൂ. അപ്പം ഈ ഒരു സൈഡിൽ നിന്ന് കപ്പാസിറ്റർ അവിടെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ പെർമിറ്റഡ് അല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമേ പെർമിറ്റഡ് ഉള്ളൂ. സോ ഇൻപുട്ട് എന്ന് സർക്യൂട്ടിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും, സർക്യൂട്ട് എന്ന് ഇൻപുട്ടിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, പ്രൊവൈഡഡ് ഇഫ് യു യൂസ് കപ്പാസിറ്റർ. സെയിം ആണ് ഈ ഒരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ്. കാരണം ഈ ഒരു സ്റ്റേജ് കൊണ്ട് നമ്മൾ ആംപ്ലിഫയർ തീരില്ല. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ 2 volt ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇറ്റ് വിൽ ആംപ്ലിഫൈ ടു സം 20 volt. Again I will be having one more stage where 20 volt will be amplified to 200 volt. അങ്ങനെയാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ വർക്ക് ചെയ്യുക. സോ അടുത്തൊരു സ്റ്റേജ് ഇവിടെ ഉണ്ടാവും, അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? DC സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടുന്നും എന്ത് ചെയ്യാൻ പാടില്ല? കറണ്ട് DC വോൾട്ടേജ് ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇവിടുത്തെ ഔട്ട്പുട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. സോ അതിന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കപ്പാസിറ്റർ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് AC അങ്ങോട്ട് പോവും, അവിടെയുള്ള DC ഇങ്ങോട്ട് വരില്ല. സോ ദീസ് 2 capacitors are called coupling capacitor. It blocks DC and thus prevent RS and RL from changing the DC bias voltage at the base and collector. സോ ഇവിടുത്തെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യും. അല്ല, ജസ്റ്റ് അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇവിടുന്ന് വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കറണ്ട് നമ്മൾ ഇൻപുട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും എന്നുള്ളത് പറഞ്ഞാൽ മതി. ക്ലിയർ ആയാ? Yes, sir. ഓക്കെ, നൗ വി ഹാവ് വൺ മോർ കപ്പാസിറ്റർ. ഇവിടെ REക്ക് പാരലലായിട്ട് ഒരു കപ്പാസിറ്റർ കൂടെ ഉണ്ട്. ഓക്കെ, ഇതും REനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്ററാണ്. CE എന്ന് പറയും, എമിറ്റർ കപ്പാസിറ്റർ. ഓക്കെ, ഈ ഒരു റെസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കപ്പാസിറ്റർ ഇവിടെ പ്ലേസ് ചെയ്തത്. അത്രയും പഠിച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട. അതായത് ആ എമിറ്റർ കപ്പാസിറ്റർ അവിടെ പ്ലേസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ വെൻ ദർ ഇസ് എ റെസിസ്റ്റൻസ് അറ്റ് ദ emitter terminal, there will be a voltage drop. So in order to compensate that, we are placing a capacitor here. Okay, അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഈ ഓരോന്നിന്റെ ഡിസൈൻ പഠിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഓവറോൾ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. അത്ര ഈ കോൺസെപ്റ്റ് പഠിക്കുക എന്ന് മാത്രമാണ് നമ്മളെ പർപ്പസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം.
ഓക്കെ, ഈ ഒരു സർക്യൂട്ട് എന്താണ്? കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് എഴുതുക. Then you draw the circuit diagram. So when you are drawing the circuit diagram, draw a capacitor here, CE. Just noting common emitter amplifier. അതിനെന്തൊക്കെയാണ് നിനക്ക് മനസ്സിലാവുന്നുണ്ടായത്? കോമൺ എമിറ്റർ ആംപ്ലിഫയർ സാർ ആദ്യം പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞിട്ടോ. ഏതാ പറഞ്ഞു തരേണ്ടത്? ഏത് ആദ്യം പറഞ്ഞ ഏതാന്ന് പറഞ്ഞാല് റെസിസ്റ്ററിന്റെ പർപ്പസാ? റെസിസ്റ്ററിന്റെ. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻപുട്ടിന് ഡയറക്റ്റ് നമ്മൾ ബേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആവശ്യം ഇപ്പോൾ നമുക്കറിയാം IC എന്ന് പറയുന്നത് ഈക്വൽ ടു ബീറ്റ വാല്യൂ ഇൻറ്റു IB ആണ്. അപ്പോൾ അവിടെ മിനിമം ഒരു IB ഉണ്ടായാൽ മാത്രമേ ഈ ട്രാൻസിസ്റ്ററിന് വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മിനിമം ഒരു IB പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് റെസിസ്റ്റർ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നുണ്ടാവും, എക്സാമ്പിൾ 12 വോൾട്ട് ഓർ 10 വോൾട്ട്. സോ ഈ ഒരു രണ്ട് റെസിസ്റ്റർ ഇതിനെ ഡിവൈഡ് ചെയ്യും, സംടൈംസ് 5 വോൾട്ട് ആയിട്ടൊക്കെ. അപ്പോൾ ആ ഒരു വോൾട്ടേജ് സോഴ്സ് കൊണ്ടുള്ള കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അതിലേക്ക് ഈ ഇൻപുട്ട് എന്ന് വരുന്ന AC സിഗ്നൽ ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യാം. ഈ 5 വോൾട്ടിലേക്ക് ഇൻപുട്ട് വരുന്ന വോൾട്ടേജ് ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം എന്തായാലും ബേസിൽ മിനിമം ഒരു IB ഉണ്ടാവും. അതില്ലെങ്കിൽ മിനിമം IB ഉണ്ടാവില്ല, കാരണം അതിന് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാഗ്നിറ്റ്യൂഡ് അവിടെ ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം IB അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ ബീറ്റ ഇൻറ്റു IB എന്ന് പറയുന്നത് നമുക്കൊരു ആവശ്യത്തിനുള്ള അത്രയും കളക്ടർ കറണ്ട് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ടിനെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്നും ഇങ്ങനെ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യിക്കുന്നതിന് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്നുമാണ് പറയുക. മനസ്സിലായോ? ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക് ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്നുള്ളത്. ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരും. ഓക്കെ, കപ്പാസിറ്ററിന്റെ വർക്കിംഗ് മനസ്സിലായോ നിനക്ക്? C1 C2 CE എന്തിനാണെന്ന് മനസ്സിലായോ? അത് മനസ്സിലായി. ഓക്കെ, ബാക്കി അതവിടെ വെക്ക്. അടുത്ത ക്ലാസ്സിൽ ആ ടോപ്പിക് ഉണ്ട്. ഇത് മാത്രം എടുത്തിട്ട് നമ്മൾ പഠിക്കും. വരച്ച് സാറ് കപ്പാസിറ്റർ വരയ്ക്കണം. CE എന്ന് പറയുന്ന കപ്പാസിറ്റർ വരക്കണം.
ഇൻവേർട്ടഡ് ലൈറ്റ് വരക്കണ്ട. ആ വേവ് ഫോം, അതായത് ഇൻപുട്ടിൽ എങ്ങനെയാണ് വേവ് ഫോം ഉള്ളത് ആ ഒരെണ്ണം മാത്രം വരച്ചാൽ മതി. ഈ രണ്ടെണ്ണം, ഈ ഇൻപുട്ടും അതുപോലെ തന്നെ ഈ ഔട്ട്പുട്ടിലുള്ളതും മാത്രം, ഇത് വരക്കണ്ട. ഓക്കെ, റെഡിയായോ? കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, അടുത്തത് ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നില്ല, ഞാൻ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യും, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ബാക്കി ഈ ഡയഗ്രവും ഒന്നും കൂടെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും നിങ്ങൾക്ക്. ഓക്കെ, ഡയഗ്രാം വരച്ചെടുത്തില്ലേ അല്ലേ? അപ്പം നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്ക്. C1, C2 ഒരു ഹൈഫൺ ഇടുക, കപ്ലിംഗ് കപ്പാസിറ്റർ C1. ഈ നെയിമിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണേ. C1, R1, R2, RC, RE, C2 അത്രയും എന്തായാലും ഉണ്ടാവണം, കറക്റ്റ് നെയിമിംഗ് ആയിരിക്കണം. C1 ആൻഡ് C2 ഹൈഫൺ ഇടുക. ഇറ്റ് ഈസ് ആക്ച്വലി കപ്ലിംഗ് കപ്പാസിറ്റർ. Then R1 and R2, R1, R2 എഴുതുന്നുണ്ടോ എല്ലാവരും? Yes, sir. R1, R2 വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ബാർ ബയാസിംഗ്. then അടുത്തത് എഴുതുക RE, CE. RE, CE. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടോ? വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് സർക്യൂട്ടിന് ബാർ ഇടുക. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ഓർ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്ന് എഴുതുക, ബാർ ഇട്ടിട്ട് ബയാസിംഗ് എന്ന് എഴുതുക. then RE, CE for
ഹൈഫൺ ഇടുക ഫോർ സ്റ്റെബിലൈസിങ് ദ ട്രാൻസിസ്റ്റർ. ഓക്കെ, അത്ര എഴുതിയാൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൂടെ?